ദീപിക 140 വർഷത്തിലെത്തിയ മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രമാണ്. നമുക്കറിയാം, ദീപികയുടെ സാമൂഹിക സമൂഹത്തിലുള്ള ഔത്സുക്യം പൂർവാധികം ശക്തിയോടെ ഉണർന്നെഴുന്നേൽക്കുന്ന ദീപികയുടെ 140 വാർഷിക ആഘോഷങ്ങൾ ഞങ്ങൾ ആരംഭിക്കുകയാണ്. വിളംബര ജാഥയാണ് ഇവിടുന്ന് ആരംഭിക്കുന്നത്. MD മൈക്കൽ വെട്ടിക്കാട്ടച്ചന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നത്. ദീപികയോട് സഹകരിക്കുന്ന നിരവധി പേരാണ് ഈ ഒരു പരിപാടിയിൽ പങ്കുചേരുന്നത്. അപ്പം മനസ്സുള്ള എല്ലാവരെയും ദീപികയോട് കൈകോർക്കാൻ വേണ്ടി സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ദീപിക ദിനപത്രം 140-ാം വർഷത്തിലേക്ക്. സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന ദീപിക അതിന്റെ പ്രയാണം തുടരുകയാണ്. 139 വർഷമെന്ന് പറയുന്നത് ഒരു പത്രസ്ഥാപനത്തിനും വലിയ കാലയളവാണ്. ഈ കാലഘട്ടത്തിലും പ്രസക്തമായി നല്ല ചിന്തകളിലൂടെ ദീപിക ജനമനസ്സുകളെ സ്വാധീനിക്കുന്നു എന്നുള്ളത് വളരെയേറെ എടുത്തു പറയത്തക്ക കാര്യമാണ്. ഈ അവസരത്തിൽ 140-ാമത്തെ വർഷം വ്യത്യസ്തമായ പ്രോഗ്രാമുകളിലൂടെ വളരെ ഫലപ്രദമായി ആളുകളിലേക്ക് ഇതെത്തിക്കുന്നതിന് വേണ്ടി മലയാളി മനസ്സിനെ സ്വാധീനിക്കുവാൻ ദീപിക സുസജ്ജമായിരിക്കുന്നു. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും മലയാളക്കരയിൽ നിന്ന് മുഴുവനായി പ്രതീക്ഷിക്കുന്നു. 1887 ഏപ്രിൽ 15-ന് കോട്ടയം മാന്നാനത്ത് നിന്ന് നസ്രാണി ദീപിക എന്ന പേരിൽ പ്രയാണം ആരംഭിച്ച ദീപിക ദിനപത്രം ഇന്ന് സത്യസന്ധവും നിർഭയവുമായ മാധ്യമ പ്രവർത്തനത്തിന്റെ പര്യായമാണ്. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ ദീർഘവീക്ഷണവും നിതീരിക്കൽ മാണിക്കത്തനാരുടെ നിശ്ചയദാർഢ്യവുമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ദിനപത്രമായ ദീപികയുടെ അടിത്തറ. 140-ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ യൂണിറ്റുകളിൽ ശതോത്തര റൂബി ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഇതിന്റെ മുന്നോടിയായി വിവിധ കേന്ദ്രങ്ങളിൽ വിപുലമായ വിളംബര റാലി സംഘടിപ്പിച്ചു. വിവിധ രാഷ്ട്രീയ സാമൂഹിക നേതാക്കളും സാംസ്കാരിക പ്രവർത്തകരും റാലിയിൽ അണിചേർന്നു. പൊതുസമൂഹത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞ പത്രമാണ് ദീപികയെന്ന് രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ അഭിപ്രായപ്പെട്ടു. വരും ദിവസങ്ങളിൽ വിപുലമായ സെമിനാറുകളും സാംസ്കാരിക സമ്മേളനങ്ങളും വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കും. സാധാരണക്കാരന്റെ ശബ്ദമായി തുടരുന്ന പാരമ്പര്യമാണ് ദീപികയെ ഇന്നും മറ്റു പത്രങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. അക്കാലത്തുണ്ടായിരുന്ന പല പത്രങ്ങളുടെയും അച്ചടി നിലച്ചപ്പോഴും സത്യസന്ധവും നിർഭയവുമായ നിലപാടുകളിലൂടെ ദീപിക രാജ്യത്തിന്റെ തന്നെ ദീപ്തശിഖയായി മാറി. ഈടുറ്റ പാരമ്പര്യവും ജനപക്ഷ നിലപാടുകളുമാണ് ദീപികയെ ഇന്നും പ്രസക്തമാക്കുന്നത്.